എല്ലാവരും യാത്ര പറഞ്ഞ് നമ്മളെ അയക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും സങ്കടമുണ്ട്. അങ്ങനെ തേണ്ടി നമ്മൾ റിക്ഷയിൽ സാധനം എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് ഈ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ പോകുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ കൂടെ കുറച്ചധികം ആൾക്കാരുണ്ടോണ്ട് എല്ലാ ലഗേജും ഓരോരുത്തരായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ തേണ്ടി നമ്മൾ ട്രെയിനിൽ താണ്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ തേണ്ടി ട്രെയിനിൽ കയറി മാമനൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും നമ്മളിത് ടാറ്റ ഒക്കെ പറഞ്ഞ് നമ്മൾ തേണ്ട ട്രെയിനിനകത്ത് കയറി ഒന്ന് സെറ്റായിട്ടുണ്ട്. നമ്മൾ കൂപ്പയാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും അതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഗേജൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തേണ്ട ആദ്യം ബെഡൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേനും അവൻ കിടന്നാണ്ട് ഗുസ്തിയാണ് കേട്ടോ. ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാമല്ലേ. അപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണേ. അത് കഴിഞ്ഞ് ആദ്യം നേരത്തെ എണീറ്റപ്പോഴത്തേനും വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് അതെല്ലാം തുറന്നിട്ട് എന്നെ കാണിക്കുകയാണ് കാഴ്ചകൾ. എനിക്ക് ഉറക്കം മതിയായില്ല, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന കാഴ്ചകൾ കണ്ടപ്പം പെട്ടെന്ന് ചോക്ലേറ്റ് കഴിക്കാൻ തോന്നി. അങ്ങനെ ചോക്ലേറ്റ് കഴിക്കാനൊരു പൂതി വന്നപ്പോഴത്തേനും ഞാനും അതും സ്നിക്കേഴ്സ് നിന്ന് എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും എയർപോർട്ടിനടുത്തൊരു ട്രെയിൻ പോകുന്നു. ഭയങ്കര സന്തോഷം. എന്താ നടത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റുമാണ്. തണുപ്പ് കൂടിയപ്പോഴത്തേനും സ്വെറ്ററൊക്കെ എടുത്തിട്ടു. അത് കഴിഞ്ഞ് അതിന് കളിക്കാൻ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം എടുത്ത് കൊടുത്തു. അങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണിയും കഴിച്ചു. കുറച്ച് ഗുസ്തിയൊക്കെ കഴിഞ്ഞിട്ട് ചായ വന്നു. അങ്ങനെ ചായയും കുടിച്ചു. സമൂസ വന്നപ്പോൾ സമൂസയും വാങ്ങിച്ചു. അതിനകത്ത് ഫില്ലിങ്സ് ഒന്നും കഴിച്ചില്ല കേട്ടോ. പൊട്ടറ്റോ ആണേ ഗ്യാസ്. അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും എണീറ്റ് നോക്കിയപ്പോൾ ഒരു അത്ഭുതം. നോക്കി ഇങ്ങനത്തെ ട്രെയിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി. അങ്ങനെ ബിരിയാണിയും ചിക്കനും കഴിച്ചിട്ട് നീല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ